ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇന്നെന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് 13ാം നിലയിൽ നിന്നും 2 വയസ്സുകാരി താഴോട്ട് വീണു രക്ഷകനായി ഓട്ടോ ഡ്രൈവർ എന്ന ഒരു വാർത്തയാണ്. ശരിക്കും ഇന്ന് ഫ്ലാറ്റുകളുടെ ഒരു നിർമ്മാണ രീതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഈ ഗിൽസ് കൊണ്ടൊന്നും സിറ്റ് ഔട്ട് പൂർണ്ണമായിട്ട് മറക്കുന്നില്ല. അവർ പകുതി മാത്രമാണ് മറക്കുന്നത്. അപ്പോൾ 27, 28 അതിൽ മുകളിലും ഉള്ള നിലകളുള്ള ഫ്ലാറ്റുകൾ, ഇപ്പോൾ ഈ ഫ്ലാറ്റിൻ്റെ ഉയർന്ന നിലയിൽ നിന്നൊക്കെ കുട്ടികളും ഒക്കെ ഈ അവസ്ഥയിലാണെങ്കിൽ താഴോട്ട് വീഴാൻ തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. ഫ്ലാറ്റുകളുടെ ഫോട്ടോസ് ഗൂഗിൾസിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ സുരക്ഷാ വീഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഇപ്പോൾ ചെറിയ കുഴൽക്കിണർ വീഴാറുണ്ട് ചില കുട്ടികളൊക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് കുഴൽക്കിണറിന് വേണ്ടതായിട്ടുള്ള സുരക്ഷ ഉറപ്പുവരുത്തുന്നില്ല ഇതുണ്ടാക്കുന്ന ആൾക്കാർ. അപ്പോൾ ഒരപകടം വന്നതിന് ശേഷം നമ്മൾ കണ്ണീരൊഴുക്കുന്നതിനും പശ്ചാത്തപിക്കുന്നതിനും മുന്നേ എന്തു വേണം? അപകടം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് വേണ്ടത്. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത് അപകടങ്ങൾ വന്ന ശേഷം ഇനി സുരക്ഷ ഉറപ്പുവരുത്തും എന്നുള്ള അധികാരികൾക്ക് പ്രസ്താവനകളാണ്. അത് പലപ്പോഴും പ്രസ്താവനയിൽ ഒതുങ്ങുന്നതും ആയിട്ടുള്ള ഒരു കാലമാണ്. ഏതായാലും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് ഒരു പഴമൊഴിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വിചാരിച്ചാൽ ഒരു പരിധിവരെ പലവിധത്തിലുള്ള അപകടങ്ങൾ കുറക്കുവാനായിട്ട് സാധിക്കും. നന്ദി, നമസ്കാരം.